ഇറ്റ്സ് മീ പ്രസാദ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മുത്തശ്ശിമാരോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന മറ്റ് അതിഥികളൊക്കെ നമുക്ക് പറഞ്ഞ് അല്ലേ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് കുഞ്ഞു കഥകളുണ്ടായിരിക്കും. ചില കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ചില കഥകളോ നമുക്ക് ഒട്ടും ഓർമ്മ ഇല്ലതാനും അല്ലേ, നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചില കഥകളൊക്കെ ഓർമ്മയുള്ള ചില കഥകളൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അല്ലേ, ചെറുതായി ഓർമ്മയുള്ള ചില കഥകൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ പല ആളുകളിലേക്കും ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും ആ കഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു കുഞ്ഞു കഥ ഞാൻ നിങ്ങളോട് പറയാട്ടോ. ഒരു വീട്ടില് ഒരു പയ്യുണ്ട്. ആ പയ്യന് ഒരു അച്ഛനും അമ്മയും. അച്ഛൻ മരിച്ചു. അച്ഛന് അറ്റാക്ക് വന്നു, അച്ഛൻ മരിച്ചു. ആ വിഷമം കൊണ്ട് അമ്മയും മരിച്ചു. ഈ അച്ഛൻ്റെ എന്താ പറയുക അധ്വാനത്തിലായിരുന്നു ഈ ഒരു മകൻ എന്ത് ചെയ്യുന്നു, ഈ അമ്മയും ജീവിച്ചിരുന്നത്. പക്ഷേ ഇവനെന്ത് ചെയ്യുന്നു, നിർഭാഗ്യവശാൽ അച്ഛനും പോയി അമ്മയും പോയി. അവൻ വളരെയധികം ദുഃഖത്തിലായി, തനിച്ചായി. പിന്നെ അവനെന്ത് ചെയ്യുന്നു, മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവന് ജോലി ചെയ്യണം. പക്ഷെ അവന് ജോലിയൊന്നും അറിയില്ല, ജോലി എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നതും അറിയില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്തു, ഇനി ഞാൻ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. ജോലി അന്വേഷിച്ച് കുറച്ചൊരു സഞ്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വൃദ്ധനായ ഒരാൾ ഇങ്ങനെ ഒരു പെട്ടിയുമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു വൃദ്ധനെ കുറച്ച്. അപ്പോൾ ഈ വൃദ്ധം ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ചിരിച്ചു പറഞ്ഞു ഹായ്. അപ്പോൾ ഇവനെന്ത് ചെയ്യുന്നു, ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ചു. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ പയ്യൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, ഞാനിങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ച് പോകുകയെന്ന് പറഞ്ഞില്ല, ഞാനിങ്ങനെ ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധം പറഞ്ഞു, ഞാനും അങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്നെ നിങ്ങളൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഈ പയ്യൻ നല്ല പയ്യനാട്ടോ, നല്ല സൽസ്വഭാവിയാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ ചോദിച്ചു. അപ്പോൾ ഈ വൃദ്ധട്ടോ, അപ്പോൾ പയ്യൻ പറഞ്ഞു ഓക്കെ ഞാൻ സഹായിക്കാമല്ലോ. എൻ്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, ഈ പെട്ടി നിങ്ങളൊന്ന് എന്താ പറയുക, ഞാൻ വണ്ടി വിളിക്കാം, അല്ലേ, ഞാൻ കാളവണ്ടി എന്ത് ചെയ്യുന്നു, കാളവണ്ടി വിളിക്കാം, അതിൻ്റെ ചിലവ് മൊത്തം ഞാൻ കൊടുത്തോളാം, നിങ്ങൾ എൻ്റെ ഈ പെട്ടി ഒന്ന് സൂക്ഷിച്ച് വെക്കുമോ, അതിലേക്കൊന്ന് എടുത്ത് വെക്കുമോ, എന്ന് ഉപകാരം ചെയ്യുമോ ചോദിച്ചു. ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പയ്യനട്ടോ, നല്ല സ്വഭാവമുള്ള പയ്യനാണ്, അവൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാളവണ്ടി വിളിച്ചു, അതിൻ്റെ ഫുള്ള് ചിലവ് ഇദ്ദേഹം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കാളവണ്ടി എന്ത് ചെയ്ത്, കാളവണ്ടി ഇങ്ങനെ വന്നു, ഈ പെട്ടിയൊക്കെ അതിലേക്ക് ഈ പയ്യ എടുത്ത് വെച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കാളവണ്ടി മുന്നോട്ട് ചലിക്കുകയാണ്. അപ്പോൾ ഈ വൃദ്ധൻ എന്ത് ചെയ്യുന്നു അറിയോ, ഈ വൃദ്ധൻ കാളവണ്ടിയുടെ മുന്നിലിരുന്നു, ഇവൻ ഈ പെട്ടിയുടെ അടുത്തിരുന്നു. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടിയുടെ അടുത്ത് നീ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഇങ്ങനെ യാത്ര ചെയ്തു കുറേ കാട്ടിലെത്തിയ സമയത്ത്, ഇല്ല കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് 3-4 ഭടന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരെ തടഞ്ഞു നിർത്തി. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പോവാണ്, ഇങ്ങനെ ജോലി അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോൾ വൃദ്ധനെ കാണിച്ചു, ഇദ്ദേഹത്തിൻ്റെ കൂടെ കയറിയതാണ്, ഇനി ഞാൻ എന്താ പറയുക. അപ്പോൾ ഈ പെട്ടി ആരത് ചോദിച്ചു ഭടന്മാർ. അപ്പോൾ ഈ പെട്ടി പറഞ്ഞു, ഈ പെട്ടി ഇദ്ദേഹത്തിൻ്റെതാണ്. ഈ വൃദ്ധൻ്റെതാണ് എന്ന് പറഞ്ഞു ഈ പയ്യൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വൃദ്ധൻ പറഞ്ഞു എൻ്റെതല്ലായിരുന്നു പെട്ടി. അതുവരെ എന്താണ് വൃദ്ധൻ്റെതായിരുന്നു പെട്ടി, പക്ഷെ ഭടന്മാർ കണ്ട പോലെ എന്ത് ചെയ്യുന്നു, വൃദ്ധൻ പറഞ്ഞു പെട്ടി എൻ്റെതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ കുഴപ്പത്തിലായി. പയ്യൻ പറഞ്ഞു ഈ പെട്ടി വൃദ്ധൻ്റേതാണെന്നുള്ള നിർബന്ധിച്ച് പറഞ്ഞു, പക്ഷെ വൃദ്ധൻ പറയുന്നു എൻ്റേതല്ല. അങ്ങനെ വണ്ടിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, കാളവണ്ടീൻ്റെ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു, ഈ വണ്ടി നിങ്ങൾ പറയൂ, ഈ പെട്ടി ആരുടേതാണെന്ന് നിങ്ങൾ പറയുന്നു പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ആ കാളവണ്ടിക്കാരൻ പറഞ്ഞു, ആ ഡ്രൈവർ പറഞ്ഞു, ഇവർ 2 പേരും ഒരുമിച്ചാണ് കയറിയത്, പക്ഷേ പെട്ടി ഏറ്റിയത് ഈ പയ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അവരെ 3 പേരെയും പിടിച്ചു. കാരണം എന്താണെന്നറിയോ, അവിടെ തൊട്ടടുത്ത് എന്താ പറയുക ഒരു കൊട്ടാരത്തിൽ കളവ് പോയിട്ടുണ്ട്. അതായത് കുറേ ആഭരണങ്ങളും കുറേ സാധനങ്ങളും കളവ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, അത് അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഈ ഭടന്മാർ. അങ്ങനെ ഇരിക്കും ഇവിടെ മഴ പെയ്തിട്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു മഴ ഇങ്ങനെ പെയ്തപ്പോൾ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ നല്ല ഭംഗി, മഴയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ എന്ത് ചെയ്ത്, അങ്ങനെ ഇവരിങ്ങനെ എന്താ പറയുക ഭടന്മാർ ഈ എന്താ പറയുക ഈ കൊട്ടാരത്തിലെ സംഭവങ്ങളൊക്കെ അല്ലേ, കുറേ സ്വർണ്ണാഭരണങ്ങളും കുറേ സാധനങ്ങളൊക്കെ മോഷണം പോയിട്ട് ഇറങ്ങിയതാണ്.
അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് വെച്ചു പയ്യൻ്റെ അടുത്ത്. പയ്യൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആണ് പെട്ടി പറഞ്ഞത്. അങ്ങനെ ഇവരെ 3 പേര് എന്ത് ചെയ്ത് തുറുങ്കിലടച്ചു. കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, കൊട്ടാരത്തിൽ എന്ത് ചെയ്യുന്നു, ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഹാജരാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പയ്യൻ പറഞ്ഞു എൻ്റെ പെട്ടിയല്ല ഇദ്ദേഹത്തിൻ്റെ പെട്ടിയാണ് തീർത്തും പറയണം. അങ്ങനെ എന്ത് ചെയ്ത് ലാസ്റ്റ് ഇവർ 3 പേരും സമ്മതിക്കുന്നില്ല, പെട്ടി ആരുതാന്ന് സമ്മതിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഇവർ 3 പേരും, ഈ പയ്യൻ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, അപ്പോൾ വീട്ടിൽ എന്താ പറയുക പ്രാരാബ്ധമായി, ഇനി ഞാനല്ലാതെ മറ്റുള്ള മാർഗ്ഗമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും പറയുന്നത് സത്യമാണ്. ഒരാൾ പറയുന്നു എൻ്റെ പ്രാരാബ്ധം കൊണ്ട് ഞാൻ ജോലിക്ക് ഇറങ്ങിയാണ്, മറ്റാൾ പറയുന്നു എൻ്റെ പെട്ടിയല്ല, വൃദ്ധം പറയുന്നത് എൻ്റെ പെട്ടിയല്ല, വണ്ടിക്കാരൻ പറയുന്നു ഞാനിവർ 2 പേരും കയറ്റിയതാണ്, ഞാൻ എന്താ പറയുക എൻ്റെ യാത്രക്കാരാണ് ഇവർ അല്ലേ. അപ്പോൾ ഇവർ 3 പേരും പറയുന്നത് ശരിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആകെ ആശയക്കുഴപ്പത്തിലായി, ഇവരെ സത്യം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, 3 പേരും തുറങ്കിലടിച്ച സമയത്ത് ഈ പയ്യൻ എന്ത് ചെയ്തു, ഈ പയ്യൻ പറഞ്ഞത് ഏറെക്കുറക്കെ സത്യം എന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ ഈ പെട്ടി എന്ത് ചെയ്തു, ഈ പെട്ടി ഈ പയ്യനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഈ പെട്ടിട്ട് നീ പോയിക്കോ, പെട്ടി നിൻ്റെതല്ലേ, സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയ സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ള സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നിൻ്റെതാണ്, അതുകൊണ്ട് ഈ പെട്ടിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞു. ആര്, ഈ ഭടന്മാർ. അങ്ങനെ എന്ത് ചെയ്ത് ഇവനെ കൊട്ടാരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവനെ പറഞ്ഞയച്ചു. അങ്ങനെ ഇപ്പോൾ ഈ പെട്ടിയും കൊണ്ട് പോയി കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് മറ്റുള്ള 2 പേരും കാളവണ്ടിയുടെ ഡ്രൈവറെയും തുറന്നു വിട്ടു, മറ്റുള്ള വൃദ്ധനെയും തുറന്നു വിട്ടു. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ വൃദ്ധൻ എന്ത് ചെയ്യുന്നു, വൃദ്ധനെ പെട്ടിയിൽ വൃദ്ധൻ്റെ ആളെ പെട്ടി. അങ്ങനെ വൃദ്ധൻ ഇവനെ അന്വേഷിച്ച് നടക്കുകയാണ്, കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവർ കണ്ടുമുട്ടി. ഇവനെന്ത് ചെയ്യുന്നു, ഈ പെട്ടി കൊണ്ട് നടക്കുകയാണ്. വൃദ്ധൻ എന്ത് ചെയ്യുന്നു, വൃദ്ധൻ ഈ പെട്ടി അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഇവർ പരസ്പരം കണ്ടുമുട്ടിയ സമയത്ത് എടാ നീ പെട്ടിയും കൊണ്ട് എൻ്റെ പെട്ടിയും കൊണ്ട് എന്ത് ചെയ്യുന്നു, നീ കടന്നു കളയാണല്ലടാ എന്ന് പറഞ്ഞു, അതായത് ഈ പയ്യൻ്റെ അടുത്ത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്, കാരണം ഈ പെട്ടി എൻ്റെതല്ലല്ലോ, എനിക്കറിയാം നിങ്ങളെ പെട്ടിയല്ലേ, നിങ്ങളെന്താണ് നിങ്ങളെ പെട്ടിയല്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ പെട്ടി നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാണ്, നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് തുറന്നു വിട്ടു എന്നുള്ളത് ഞാൻ അറിഞ്ഞു, പക്ഷേ നിങ്ങൾ എവിടെയാകും എന്നുള്ള ഇത് ഈ പെട്ടി നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് പറഞ്ഞു പയ്യന്. അങ്ങനെ എന്ത് ചെയ്ത് ഈ വൃദ്ധൻ വേഗം ഈ പെട്ടി തുറന്ന സമയത്ത് ഈ വൃദ്ധൻ എന്ത് ചെയ്യുന്നു, മോഷ്ടിച്ച എന്താ പറയുക സ്വർണ്ണാഭരണങ്ങളും അതുപോലെ അതിലുള്ള സാധനങ്ങളൊന്നും അതിലില്ല, കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. എടാ നീ എങ്ങോട്ട്, അപ്പോൾ ഈ വൃദ്ധൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, നീ ഇതിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ, ഈ പെട്ടി എൻ്റെതാണ്, ഇതിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ നീ മോഷ്ടിച്ചു, എങ്ങോട്ടാണ് നീ മോഷ്ടിച്ച സത്യം പറഞ്ഞു വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവിടെ കുറേ ആളുകൾ തടിച്ചുകൂടി. അങ്ങനെ തടിച്ചുകൂടി എന്നത് മാത്രമല്ല ആ കൂട്ടത്തിൽ ആ കൊട്ടാരത്തിലുള്ള ഭടന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി ഈ പെട്ടി ആരുടേതാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ വൃദ്ധൻ എന്ത് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവനെന്ത് ചെയ്യുന്നു, ഈ പയ്യൻ നിരപരാധിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സത്യസന്ധത പുലർത്തുക. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അതിനു വേണ്ടി നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകളൊന്നും മാറ്റരുത്. നമ്മുടെ സത്യത്തിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കുക, നമ്മുടെ ആത്മാർത്ഥതയിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കുക. ആ സമയത്ത് ആ പയ്യൻ പറയാണ് ഈ പെട്ടി എൻ്റേതാണ്, ഇതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ആയിരുന്നെങ്കിലോ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ, അല്ലേ, അവൻ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടേനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, ആത്മാർത്ഥതയുള്ളവരാവുക, സ്നേഹിക്കുക, സ്നേഹം നൽകുക, സ്നേഹിക്കപ്പെടുക, വാത്സല്യം നൽകുക. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയും നമ്മുടെ ജീവിതവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കഥയുമായിട്ട് വരാം. ഓക്കെ, ഇവിടെ നല്ല മഴ കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം മഴയിലേക്ക് പോവുകയാണ്. കാരണം എന്താ അറിയോ, നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ മഴ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് അല്ലേ. എപ്പോഴും നമ്മളൊരു കാട്ടിലൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, നല്ല കാടാണ്, നോക്കൂ നല്ല കാടാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെയൊക്കെ വന്ന് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് എന്താ പറയുക, മനസ്സിന് എന്തെന്നില്ലാത്തൊരു വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞു പോകും. സന്തോഷമല്ലേ നമുക്ക് പ്രധാനം അല്ലേ. ഇവിടെയാണെങ്കിൽ എവിടെയും ലോകത്തെ ഏത് കോണിലാണെങ്കിലും മനുഷ്യന് എന്താ വേണ്ടത്, സന്തോഷമാണ്.
അല്പം അല്ലേ മനുഷ്യന് സന്തോഷം നേടാൻ വേണ്ടിയിട്ടാണ് മറ്റു ലോകത്തിലേക്കൊക്കെ പോയിട്ട് അധ്വാനിക്കാനൊക്കെ പോകുന്നതല്ലേ, സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും പല ആളുകൾക്കും സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് സന്തോഷമാണ്, നിങ്ങൾക്കും വേണ്ടത് സന്തോഷമാണ് അല്ലേ. നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് രസമുള്ളത് അല്ലേ. അതുകൊണ്ട് ഇവിടെ നല്ല മഴ ഉണ്ട്, ഈ മഴ ഇങ്ങനെ കുറച്ച് സമയം ആസ്വദിക്കട്ടെ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഞാൻ കുറച്ച് സമയം മഴ ഒന്ന് കാണട്ടെ. ഓക്കെ, ബൈ ബൈ.